ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത സംഘം ഈരാറ്റുപേട്ടയിലെ പ്രളയമേഖലകൾ സന്ദർശിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി. നാസറുമായി ചർച്ച നടത്തിയ സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു. തോട്ടുമുക്കിലെ കമ്മ്യൂണിറ്റി കിച്ചണും സംഘം സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് നാസറുദ്ദീൻ മൗലവി, സെക്രട്ടറി CA മൂസ മൗലവി, സെക്രട്ടറി നദീർ മൗലവി, PK സുലൈമാൻ മൗലവി, KMYF സംസ്ഥാന പ്രസിഡന്റ് ഇരവുപാലം ഷംസുദ്ദീൻ മന്നാനി, ജനറൽ സെക്രട്ടറി സഫീർ ഖാൻ മന്നാനി, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് PE മുഹമ്മദ് സക്കീർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവുമായ അൽഹാജ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ് അവർകളും ലജനത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ മുത്തുക്കോയ തങ്ങൾ അവർകളും ബഹുമാന്യനും ആദരണീയനുമായ കമറുദ്ദീൻ മൗലവി ഉസ്താദ് അവർകളും അടക്കം ജമിയത്തുൽ ഉലമയുടെ സമുന്നത നേതാക്കൾ ഈ ക്യാമ്പ് കാണുന്നതിനും സന്ദർശിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന, അതിന് താങ്ങാവാനും തണലാവാനും നമുക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അഭ്യന്തരായ ഉസ്താദുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജമിയത്തിൻ്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. പ്രസ്ഥാനത്തിന് ഒരുപാട് പ്രവർത്തകരും നേതാക്കളും കമ്മിറ്റിയും നല്ല നിലയിൽ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമുള്ള പ്രദേശമാണ് ഈരാറ്റുപേട്ട. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്ക് എന്നും ബലമുള്ള നാടാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് ഇത്തരം പ്രയാസം അനുഭവം വന്നപ്പോൾ ഏതാണ്ട് 720ഓളം വീടുകളിലും 500 സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചപ്പോൾ അതിനെന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് കൂടി ആലോചിക്കുന്നതിന് വേണ്ടിയാണ് അഭ്യന്തരായ തൊടിയൂർ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളോട് എത്തിച്ചേർന്നത്. തൊട്ട് മുമ്പ് നമ്മുടെ PMC ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ഉസ്താദുമാരെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി വീടുകളുടെ പുനരധിവാസമാണ് റീഹാബിലിറ്റേഷൻ. അതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഇജ്ജത്തും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു സമീപനം, അതായത് നാട് മൊത്തം പിരിച്ച് അങ്ങനെ ഒരു രീതിയല്ല, വളരെ കോൺഫിഡൻഷ്യലായി ഈ പ്രസ്ഥാനം അഭിമാനബോധത്തോടുകൂടി ആ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്ന് നമ്മളോട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട് കയറി താമസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മെയിൻ്റനൻസ് കാര്യമായിട്ട് ആവശ്യമുള്ള നിരവധി വീടുകളുണ്ട്. ആ വീടുകളുടെ മെയിൻ്റനൻസ് നടത്തുന്ന കാര്യമാണ് ഈ വിഷയം കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവരോട് ഉണർത്തിയത്. ആ നിലയിൽ കൂടി ആലോചിച്ചത് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനായ ഉസ്താദ് ആ കാര്യം ഇവിടെ സൂചിപ്പിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യം എന്ന നിലയിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ദുരന്തത്തിന് ഇരയായിട്ടുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയുമായി ഉൾപ്പെടെ ബന്ധമുള്ള ഒരു പണ്ഡിത സംഘടനയും പ്രസ്ഥാനങ്ങളുമാണ് കൃഷ്ണകള ജന്മത്തിനുമായി അനുഷ്ഠാനിക്കുന്നത്. ബഹുമാനീയനായ മുഹമ്മദ് ഈസ മുറിയുള്ള മഹാന്മാരെ ഞാൻ ഇപ്പോൾ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈരാറ്റുപേട്ടയുടെ അന്തസ്സും അഭിമാനവും കൃഷ്ണകേരള ജന്മത്തുമയുടെയും അന്തസ്സും അഭിമാനവുമാണ്. ഈരാറ്റുപേട്ട പ്രദേശത്തിനും ഇവിടുത്തെ സമൂഹത്തിനും മഹല്ല് ജമാഅത്തുകൾക്കുമൊക്കെ ഒരു ക്ഷീണം വരാതെ, ഒരു ദുരന്തമുണ്ടായപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടി എന്ന ഒരാക്ഷേപം ഉണ്ടാകാത്ത വിധം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, വീട് നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആവശ്യമുള്ള വീടുകൾ മെയിൻ്റനൻസ് നടത്തുന്നത്, ഈ മറ്റേ നിർദ്ധരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിൽ എന്തെല്ലാം ചെയ്യേണ്ടി വരുമോ ആ കാര്യത്തിൽ പരമാവധി നെടുന് പോലെ കൃഷ്ണകളുടെ ജമിയത്തുമായി
അതിൻ്റെ പോഷകപ്രസ്ഥാനങ്ങളും ഉണ്ടാകുമെന്ന് ഈ സമയത്ത് ഞാൻ ഉറപ്പു തരികയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരാതിരിക്കാൻ അള്ളാഹു എക്കാലവും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഈ സംഭവിച്ച ദുരന്തത്തിന് ഇരയായിട്ടുള്ളവരോടുള്ള ദുഃഖവും വേദനയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അതായത് നമ്മൾ പ്രളയമുണ്ടായ ബുദ്ധിമുട്ടുണ്ടായ ദിവസം മുതൽ ഈരാറ്റുപേട്ട പൗരാവലിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ, ഭക്ഷണം വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രവർത്തനം, ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനം തുടങ്ങി വച്ചിരുന്നു. അതിന്ന് കൊണ്ട് ആ ഭക്ഷണ വിതരണം അവസാനിപ്പിച്ച് നാളെ മുതൽ ഈ പ്രദേശത്തു നിന്ന് ആളുകളുടെ രീതിയിലുള്ള കളക്ഷൻ പോയിന്റായി പ്രവർത്തിക്കുകയാണ്. അതിന് പ്രവർത്തന കേന്ദ്രമായി നമുക്ക് ഈ സ്ഥലം ലഭ്യമാക്കി തന്നത്, കെട്ടിടം ലഭ്യമാക്കി തന്നത് നൈനാർ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ വലിയ കെട്ടിട സമുച്ചയമാണ്. പൂർണ്ണമായും ഇത് ഉപയോഗപ്പെടുത്തിക്കോളാൻ നിരുപാധികം എന്താവശ്യത്തിനും ഉപയോഗപ്പെടുത്തിക്കോളാൻ പറഞ്ഞ് ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥലം വിട്ടുതന്ന അഭ്യന്തരായ നൈനാർ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹജി പി മുഹമ്മദ് സക്കീർ സാഹിബ് അവர்கள், മറ്റ് അതിൻ്റെ ജനറൽ സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഈ മർക്കസുൽ ഹിദായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ഷംസുദ്ദീൻ സാഹിബ് അവർ നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവர்களാണ് അവിടുത്തെ ഖുർആൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ നേരത്തെ എത്തിയത് കൊണ്ടും ഈരാറ്റുപേട്ടയിലുണ്ടായ ഈ ദുരന്തം അതിനെ അനുസ്മരിച്ചുകൊണ്ടും നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ ആർഭാടപൂർവ്വം നടത്തുന്നതിന് മാനസികമായി ജമാഅത്ത് കമ്മിറ്റിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിച്ചപ്പോൾ അദ്ദേഹം 8-ാം തീയതി ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ വരാം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഈ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും ഈ കെട്ടിടത്തിൽ വന്ന് അദ്ദേഹം നാട് കുറിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അന്ന് പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉള്ളതിനാൽ അദ്ദേഹത്തിനൊന്ന് വരാൻ കഴിയില്ല. ഇന്ന് ഇവിടെ വന്ന സാഹചര്യത്തിൽ ഈ മർക്കസുൽ ഹിദായ കെട്ടിടത്തിലെ ഓഡിറ്റോറിയം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം വെല്ലൂർ ബാഖിയാത്ത് സാലിഹാത്തിൽ പഠനം പൂർത്തിയാക്കിയ ഈരാറ്റുപേട്ട നൈനാർ പള്ളിയുടെ ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ഇസ്മായിൽ മൗലവി അവരുടെ പേരിലുള്ള ഓഡിറ്റോറിയമാണ് ഈ കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉലമാക്കൾ എല്ലാവരും കൂടി മുകളിൽ ചെന്ന് അവിടെ കയറി നിന്ന് ഈ മർക്കസുൽ ഹിദായ കെട്ടിടം ഈരാറ്റുപേട്ടയ്ക്ക് മുഴുവൻ പ്രകാശമായി തീരാനുള്ള ഒരു വലിയ ദേഹമായി മാറാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദുആ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നിർവഹിക്കുന്നതാണ്.